ദുബായ് സഫാരി പാർക്കിലെ റെപ്റ്റൈൽ ഹൗസിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോണത്. ഈ റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എഴഞ്ഞടക്കുന്ന ജീവികൾ. ഏകദേശം 50 സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പലതരത്തിലുള്ള സ്നേക്സും ലിസാർഡ്സും ടോർട്ടോയ്സസും ടെർട്ടിൽസും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിനൊക്കെ തൊട്ടടുത്തുനിന്ന് കാണാന്നുള്ളത് തന്നെയാണ് ഈ ഒരു റെപ്റ്റൈൽ ഹൗസിൻ്റെ സ്പെഷ്യാലിറ്റി. കണ്ടില്ലേ, ഇവരൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലില്ലേ? ഇങ്ങനെ അടുത്തുനിന്ന് കുറച്ചു നേരം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു ബിഹേവിയർ നമുക്ക് മനസ്സിലാവും. ഇവർക്കൊക്കെ വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ദുബായ് സഫാരി പാർക്കിനെ എക്കോ ഫ്രണ്ട്ലി സഫാരി പാർക്ക് എന്ന് പറയുന്നതും. ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ സ്നേക്കൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കണ പോലെ തോന്നും. ഈ റെപ്റ്റൈൽ ഹൗസ് വരുന്നത് ദുബായ് സഫാരി പാർക്കിലെ എക്സ്പ്ലോറർ വില്ലേജിലാണ്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണത്. സഫാരി പാർക്കിൻ്റെ അകത്ത് രാവിലെ 10 മണിക്ക് കയറിയിട്ട് ഇപ്പം സമയം 4 മണി ആയിട്ടുണ്ട്. നമുക്കിനി എക്സ്പ്ലോറർ സഫാരി ടൂറിന് പോകാനുള്ളതുകൊണ്ട് തന്നെ അധിക സമയം ഇവിടെ നിന്ന് കളയാനില്ല. അധികം രാത്രി ആയി കഴിഞ്ഞാൽ ആ ഒരു ടൂർ അവർ നമുക്ക് അലവ് ചെയ്യില്ല. പിന്നെ ഇതിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നേക്സിൻ്റെ വെറൈറ്റീസാണ്.